അന്താരാഷ്ട്ര നയതന്ത്ര ചരിത്രത്തിലെ ഏറ്റവും നിർണായകവും അപ്രതീക്ഷിതവുമായ ഒരു അധ്യായത്തിനാണ് ഫ്രാൻസിലെ വിഖ്യാതമായ വേഴ്സായി കൊട്ടാരം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി തുടരുന്ന US-ഇറാൻ ശത്രുതയ്ക്ക് താൽക്കാലികമായെങ്കിലും ശമനമുണ്ടാക്കുന്ന തരത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ ധാരണാപത്രത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചിരിക്കുന്നു. കഠിനമായ ചർച്ചകൾക്കൊടുവിൽ രൂപപ്പെട്ട ഈ ഉടമ്പടിയുടെ ഹാർഡ് കോപ്പിയിൽ ഒപ്പുവെച്ച ശേഷം ഇതിൽ ഒപ്പുവെച്ച് കഴിഞ്ഞു എന്ന് ട്രംപ് പരസ്യമായി പ്രഖ്യാപിച്ചതോടെ ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ പുതിയൊരു യുഗത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. അതീവ സങ്കീർണമായ പ്രക്രിയകൾക്കൊടുവിലാണ് ഇത്തരമൊരു നേട്ടത്തിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയതെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങളും ഈ ചരിത്രപരമായ നീക്കത്തെ സ്ഥിരീകരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഈ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതായാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള സ്ഥിരീകരണം. മിഡിൽ ഈസ്റ്റിലെയും ആഗോളതലത്തിലെയും സമാധാന ശ്രമങ്ങൾക്ക് വലിയൊരു ഊർജം പകരുന്നതാണ് ഈ ഉഭയകക്ഷി ഉടമ്പടി. ഈ പുതിയ നയതന്ത്ര മുന്നേറ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികളിൽ വരുത്തുന്ന വലിയ മാറ്റങ്ങളാണ്. അണുവായുധങ്ങൾ നിർമ്മിക്കുകയോ അല്ലെങ്കിൽ അതിനായുള്ള സാങ്കേതിക വിദ്യകളും അസംസ്കൃത വസ്തുക്കളും ശേഖരിക്കുകയോ ഇല്ലെന്ന് ഇറാൻ ഈ കരാറിലൂടെ ഔദ്യോഗികമായി പ്രതിജ്ഞ ചെയ്യുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാനുമേൽ കാലങ്ങളായി ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആശങ്ക ഇതായിരുന്നുവെന്നതിനാൽ ആണവ നിർവ്യാപന കരാറിലെ ഈ വ്യവസ്ഥ അമേരിക്കയും സഖ്യകക്ഷികൾക്കും വലിയൊരു നയതന്ത്ര വിജയമായി വിലയിരുത്താം. ഇറാനുമേൽ ചുമത്തിയിരുന്ന കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളിൽ ഇളവ് വരുത്തുമെന്നതാണ് ഈ ധാരണാപത്രത്തിലെ മറ്റൊരു നിർണായക വശം. കരാറിന്റെ ഭാഗമായി ഇറാന് തങ്ങളുടെ വിദേശ എണ്ണ വിപണനം പുനരാരംഭിക്കാൻ അനുവാദം ലഭിക്കും. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ എണ്ണ കയറ്റുമതി വർഷങ്ങളായി സ്തംഭനാവസ്ഥയിലായിരുന്നു. പുതിയ തീരുമാനത്തോടെ ആഗോള എണ്ണ വിപണിയിൽ ഇറാന്റെ സാന്നിധ്യം വീണ്ടും സജീവമാവുകയും ഇത് രാജ്യത്തിന്റെ ആഭ്യന്തര സാമ്പത്തിക പ്രതിസന്ധിക്ക് വലിയൊരു പരിഹാരമാവുകയും ചെയ്യുമെന്ന് ടെഹ്റാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആഗോള സമ്പദ് വ്യവസ്ഥയെയും കപ്പൽ ഗതാഗതത്തെയും നേരിട്ട് ബാധിക്കുന്ന മറ്റൊരു പ്രധാന വ്യവസ്ഥ സമുദ്ര സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും തന്ത്രപ്രധാനമായ കപ്പൽ ചാലുകളിലൊന്നായ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു നൽകാൻ ഇറാൻ ഈ കരാറിലൂടെ സമ്മതിച്ചിട്ടുണ്ട്. ലോകത്തെ ഭൂരിഭാഗം എണ്ണ കപ്പലുകളും കടന്നു പോകുന്ന ഈ മേഖലയിലെ സംഘർഷങ്ങൾ പലപ്പോഴും ആഗോള വിപണിയെ ഉലച്ചിരുന്നു. ഇതിനു പുറമെ യുദ്ധങ്ങളും ഉപരോധങ്ങളും തകർത്ത ഇറാന്റെ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി ഭീമാകാരമായ ഒരു പുനർനിർമ്മാണ ഫണ്ടും ഈ കരാറിന്റെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഏകദേശം $300 ബില്യൺ പുനർനിർമ്മാണ ഫണ്ടാണ് ഈ ധാരണാപത്രത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇറാന്റെ തകർന്നടഞ്ഞ വ്യവസായ മേഖലകളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും പുനരുദ്ധീകരിക്കാൻ ഈ സാമ്പത്തിക പാക്കേജ് സഹായിക്കും. ഈ വലിയ പ്രഖ്യാപനങ്ങൾക്കിടയിലും ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നിരീക്ഷകർ കടുത്ത ജാഗ്രതയോടെയും സംശയത്തോടെയുമാണ് ഈ നീക്കത്തെ നോക്കിക്കാണുന്നത്. ഇത് യഥാർത്ഥത്തിൽ US-ഇറാൻ ബന്ധത്തിലെ ഒരു ചരിത്രപരമായ പുനഃക്രമീകരണത്തിന്റെ തുടക്കമാണോ, അതല്ലെങ്കിൽ കടുത്ത അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ഒരു നീണ്ട നയതന്ത്ര പ്രക്രിയയുടെ ആദ്യപടി മാത്രമാണോ എന്നാണ് പ്രധാന ചോദ്യം. ഡൊണാൾഡ് ട്രംപിന്റെ മുൻകാല വിദേശ നയങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ കരാറിന്റെ ഭാവി എത്രത്തോളം സുരക്ഷിതമാണെന്നതിൽ പലർക്കും ആശങ്കയുണ്ട്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്താണ് അമേരിക്ക ഇറാനുമായുള്ള മുൻ ആണവ കരാറിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറിയതും കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതും. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ കരാറിനെതിരെ കടുത്ത വിയോജിപ്പുകൾ ഉയരാൻ സാധ്യതയുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയും രാജ്യത്തെ കടുത്ത യാഥാസ്ഥിതിക വിഭാഗങ്ങളും അമേരിക്കയുമായുള്ള ഏതൊരു ഒത്തുതീർപ്പിനെയും പരസ്യമായി എതിർക്കുന്നവരാണ്. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ സഖ്യകക്ഷികളായ ഇസ്രയേലും സൗദി അറേബ്യയും ഈ കരാറിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നതും നിർണായകമാണ്. ഇറാന്റെ ആണവമോഹങ്ങളെ പൂർണ്ണമായും തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇസ്രയേൽ ഇറാന് എണ്ണ കയറ്റുമതിക്ക് അനുമതി നൽകുന്നതിനെയും $300 ബില്യൺ ഫണ്ട് അനുവദിക്കുന്നതിനെയും കടുത്ത ആശങ്കയോടെയാണ് കാണുക. ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു എന്നതുകൊണ്ട് മാത്രം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ഇതൊരു പ്രാരംഭഘട്ടം മാത്രമാണ്. ഈ വ്യവസ്ഥകൾ ഓരോന്നായി നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ചെറുതായിരിക്കില്ല. പ്രത്യേകിച്ച് ഇറാന്റെ ആണവ നിലയങ്ങളിൽ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി നടത്തുന്ന പരിശോധനകളുടെ കാര്യത്തിലും ഉപരോധങ്ങൾ പിൻവലിക്കുന്നതിന്റെ സമയക്രമത്തിലും ഇരുപക്ഷവും തമ്മിൽ വലിയ തർക്കങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയേറെയാണ്. എങ്കിലും പശ്ചിമേഷ്യയിൽ ഒരു വലിയ യുദ്ധസാധ്യത നിലനിന്നിരുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു നയതന്ത്ര വഴിത്തിരിവുണ്ടായത് ആഗോളതലത്തിൽ വലിയൊരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്.
ഉപരോധങ്ങളുടെയും യുദ്ധഭീഷണികളുടെയും പാതി ഉപേക്ഷിച്ച് ചർച്ചകളുടെ മേശപ്പുറത്തേക്ക് വരാൻ ഇരു രാജ്യങ്ങളും തയ്യാറായി എന്നത് നയതന്ത്ര രംഗത്തെ വലിയൊരു പുരോഗതി തന്നെയാണ്. ഈ കരാർ വെറും ഒരു പ്രഖ്യാപനമായി ഒതുങ്ങാതെ യാഥാർത്ഥ്യമാകണമെങ്കിൽ വരും മാസങ്ങളിൽ ഇരു രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്നും കടുത്ത നയതന്ത്ര പക്വത ആവശ്യമാണ്. ഡൊണാൾഡ് ട്രംപിന് തന്റെ ഭരണകാലത്തെ ഏറ്റവും വലിയ വിദേശ നയവിജയമായി ഇതിനെ ഉയർത്തിക്കാട്ടാൻ സാധിക്കും. ഈ വേഴ്സായി ധാരണാപത്രം ഒരു പുതിയ ചരിത്രത്തിന്റെ തുടക്കമാകാനും അല്ലെങ്കിൽ പഴയതുപോലെ തന്നെ തകർന്നടിയാനും തുല്യ സാധ്യതകളുണ്ട്. ആഗോള രാഷ്ട്രീയം എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമാണ് എന്നതിനാൽ ഈ കരാറിലെ ഓരോ വരികളും എങ്ങനെ പ്രാവർത്തികമാക്കപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും US-ഇറാൻ ബന്ധത്തിന്റെ ഭാവി. വരും ദിവസങ്ങളിലെ നയതന്ത്ര നീക്കങ്ങൾക്കായി ലോകം ഉറ്റുനോക്കുകയാണ്.